ഹായ്. വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ വിഭവസമൃദ്ധമായ ഫുഡൊന്നും അല്ലേ, ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ രാത്രി കഴിക്കാറ് എന്നുവെച്ചാൽ രാത്രി അങ്ങനെ കഴിക്കണം എന്നാണ്. രാവിലെ നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം. ഉച്ചയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കൂട്ടി, ഇനിയിപ്പോൾ മീൻ ഇഷ്ടമുള്ളവർ മീനൊക്കെ കൂട്ടി, പച്ചക്കറി ഇഷ്ടമുള്ളവർ നന്നായിട്ട് ഒരുപാട് പച്ചക്കറികളും ഇച്ചിരി ചോറും ഒക്കെ കഴിക്കണം, നല്ല കറികളൊക്കെ കൂട്ടി. വൈകുന്നേരം ആകുമ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അത്താഴം കഴിഞ്ഞിരിക്കണം എന്നാണ്. രാത്രി ഒരുപാട് വൈകി നമ്മൾ ഫുഡ് കഴിക്കാൻ പാടില്ല. അത് ലൈറ്റായിട്ട് നമ്മൾ രാത്രി ഫുഡ് കഴിക്കണം എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ ഫുഡ് എന്താന്ന് വെച്ചാൽ റാഗിയാണ്. റാഗി എന്ന് പറഞ്ഞാൽ പലയിടത്തും പല പേരായിരിക്കും പറയുന്നത്. ഇതാ മുത്താരി ഇല്ലേ, മുത്താരി നമ്മൾ കുഞ്ഞുമക്കൾക്ക് കുറുക്കാക്കി കൊടുക്കുന്ന സാധനം. മുത്താരി, റാഗി, കൂവരക് എന്നൊക്കെ പറയും. അപ്പം ഇതാണ് കേട്ടോ. ആഴ്ചയിലൊന്ന് ഇതായിരിക്കും ഇവിടെ. ഇത് കുറുക്കാക്കി ഞങ്ങൾ എല്ലാവരും കഴിക്കും. അപ്പം ഇന്ന് നമുക്ക് മുത്താരി കുറുക്കാം. ഇപ്പം ചൂട് സമയമല്ലേ, അപ്പം മുത്താരി നല്ല തണുപ്പാണ്, നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല സ്ട്രോങ് ബോഡി ആയിട്ടൊക്കെ ഇരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് മുത്താരി കുറുക്ക്. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം. അപ്പം ഇന്ന് നമ്മുടെ രാത്രി ഫുഡ് മുത്താരി കുറുക്കാണ്. അപ്പം ഞാൻ നന്നായിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വെക്കുവേ. എന്നിട്ട് നന്നായിട്ട് വൈകുന്നേരം ആകുമ്പോൾ കഴുകി ഒട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ ആദ്യം. അപ്പൊ ഇതേ മുത്താരിയൊക്കെ അരിച്ച് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കുറുക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന. അപ്പൊ ഞാൻ പകുതി പാലും പകുതി വെള്ളവും കൂടി എടുത്തേക്കുന്നേ. ഇത് ശരിക്കും എന്താ പറയാ, ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ കഴിക്കാം. ഷുഗറുകാർക്ക് ഇത് കരിപ്പട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ശർക്കരയല്ല. കരിപ്പട്ടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിപ്പട്ടി. ഇപ്പൊ എല്ലായിടത്തും കിട്ടുമല്ലോ കരിപ്പട്ടി ഇട്ട് കാപ്പി കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കരിപ്പട്ടി കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നേ. അപ്പൊ ഞാൻ കാണിക്കാൻ കാരണം, എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ശശിയേട്ടന് കൊടുക്കുന്ന ഭക്ഷണ രീതികൾ കാണിക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. അപ്പൊ ഇത് ശശിയേട്ടന് കൊടുത്തു തുടങ്ങിയതാണ് ട്രീറ്റ്മെന്റ്. ഞാൻ എപ്പോഴും ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. പിന്നെ നമ്മൾ ഇത് കഴിക്കാൻ തുടങ്ങി, അതേ ഫുഡ് നമ്മളും കഴിക്കാൻ തുടങ്ങി കുറേശ്ശെ. റാഗിയൊക്കെ ആകുമ്പം നല്ലതല്ലേ എല്ലാവർക്കും. അങ്ങനെ ഇനി ഇത് പാലിഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വെള്ളത്തിലായാലും കുറുക്കി കുടിക്കാം. വെള്ളത്തിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട്, ഷുഗറുകാർക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പുട്ടായിട്ടും ദോശയായിട്ടും ഇഡ്ഡലി ആയിട്ടും ഒക്കെ മുത്താരി ഇപ്പൊ കഴിക്കാറുണ്ടല്ലോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ കുറുക്കാക്കുന്ന ആട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും കുറുക്കാക്കി കുടിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴേ ശശിയേട്ടന് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇന്ന ഫുഡാണ് കൊടുക്കുന്നത് പറഞ്ഞിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴേ നമ്മുടെ ആദ്യം മുതലേ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഉള്ള കൂട്ടുകാർക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇപ്പം പുതിയ കൂട്ടുകാർ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ, അവർക്കൊന്നും അറിയില്ല. അപ്പൊ അവർ കമന്റ് ഇടാറുണ്ട്, എന്ത് ട്രീറ്റ്മെന്റാ ശശിയേട്ടന് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ആദ്യം മുതലുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് കഴിഞ്ഞതെന്നൊക്കെ. കീമോ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 4 വർഷമായി. ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് എന്താ പറയാ, അന്ന് മുതല് ഓരോ ഫുഡ് ശശിയേട്ടന് കൊടുക്കുന്ന ഫുഡ് ഓരോ രീതികളുണ്ട്. എന്താ പറയാ, വിഷമടിക്കാത്ത പച്ചക്കറികൾ ഒക്കെ പരമാവധി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കാറ്. വെജിറ്റബിൾസ് ആണ് കൂടുതൽ കഴിക്കാറ്. നോൺ വെജ് ഒന്നും ശശിയേട്ടൻ കഴിക്കാറില്ല. പിന്നെ മില്ലറ്റുകളൊക്കെയാണ് ധാരാളം കഴിക്കുന്നത്. ഈ കീമോ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് മുത്താരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അന്ന് മുതലേ നമ്മള് വീട്ടിലിപ്പം 1 മാസത്തേക്കുള്ള സാധനം വാങ്ങിക്കുമ്പോൾ റാഗിയും കൂടെ വാങ്ങിക്കും. അപ്പൊ ആഴ്ചയിൽ ഒന്ന് നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് മുത്താരിയാണ്. സമയം കൊണ്ട് തന്നെ നമ്മുടെ മുത്താരി കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വെള്ളത്തിൽ നന്നായിട്ട് കുറുക്കി എടുക്കണം. ഇച്ചിരി വേവുണ്ട് നമ്മുടെ മുത്താരിക്ക്. ഇതാ വേഗം മുത്താരി കുറുക്ക് റെഡിയായി. ഇനി മക്കൾക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യും കൂട്ടിയിട്ട് കൊടുക്കാം. നമ്മളിവിടെ നെയ്യൊന്നും ചേർക്കാറില്ല. കരിപ്പട്ടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശശിയേട്ടന് കൊടുക്കുന്ന ഫുഡ് ഒക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. ആഴ്ചയിലൊന്ന് കഴിക്കുന്ന ഒരു ഫുഡാണ് മുത്താരി. വലിയ പൈസ ഒന്നുമില്ല, ചെറിയ പൈസയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഭക്ഷണത്തില് ഈ മുത്താരിയൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് കഴിക്കുക. പറ്റായിട്ടൊന്നുമില്ല, ചെറിയ പൈസയേ ഉള്ളൂ മുത്താരിക്കൊക്കെ. നല്ല ഗുണമുണ്ട്, ശീലാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാർക്ക് എന്താണ് വൈകുന്നേരം എന്നുള്ളത് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.